തുടരുക. നമ്മൾ കണ്ടോൺമെന്റ് ഹൗസിലേക്ക് പോവുകയാണ്. ഇപ്പോൾ വി ഡി സതീശൻ ഇന്ദിരാഭവനിൽ നേരെ കണ്ടോൺമെന്റ് ഹൗസിലേക്കാണ് പോയിരിക്കുന്നത്. ആർ ശ്രീജിത്ത് ഉണ്ട് കണ്ടോൺമെന്റ് ഹൗസിൽ. ശ്രീജിത്ത്, ഇടയ്ക്കിടെ കണ്ടോൺമെന്റ് ഹൗസിൽ നിന്ന് അദ്ദേഹം പോവുകയും വരികയും ചെയ്യുന്നുണ്ട്. വരുന്ന ഘട്ടത്തിലെല്ലാം അവിടെ കൂടുതൽ പ്രഷർ ഗ്രൂപ്പുകൾ, ഏറ്റവും ഒടുവിൽ ശിവഗിരി മഠമാണ് അവിടെ എത്തിയത്. അങ്ങനെ പ്രഷർ ഗ്രൂപ്പുകൾ അവരുടെ ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കുന്നുമുണ്ട്. നിലവിൽ ചർച്ചകൾ എവിടെയാണ് തട്ടി നിൽക്കുന്നത്? ഗോകുൽ, കോൺഗ്രസിലെ മന്ത്രിമാരുടെ കാര്യത്തിൽ ചില കാര്യങ്ങൾ ഹൈക്കമാൻഡിന്റെ പരിഗണനയ്ക്ക് വിട്ടിരിക്കുകയാണ്. ഉദാഹരണത്തിന് IC ബാലകൃഷ്ണൻ വേണോ ടി സിദ്ദിഖ് വേണോ എന്ന കാര്യത്തിൽ ഹൈക്കമാൻഡിന്റെ തീരുമാനമായിരിക്കും അന്തിമമായി വരിക. അതോടൊപ്പം തന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ സ്പീക്കർ സ്ഥാനത്തിലും VT ബൽറാമാണോ സ്പീക്കർ എന്ന കാര്യത്തിലുമൊക്കെ ഒരു ധാരണയാകാനുണ്ട്. അത്തരത്തിൽ ചില കാര്യങ്ങൾ ഒഴിച്ചാൽ ബാക്കി വകുപ്പുകളുടെ കാര്യത്തിൽ നേരത്തെ B ദിലീപ് കുമാർ റിപ്പോർട്ട് ചെയ്ത പോലെ വകുപ്പുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അന്തിമ തീർപ്പാകാനുള്ളത്. ഇപ്പോൾ നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ താമസിച്ചിരുന്ന ഔദ്യോഗിക വസതിയായ കണ്ടോൺമെന്റ് ഹൗസിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തോട് ഈ പട്ടികയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചപ്പോൾ പട്ടിക ടൈപ്പ് ചെയ്ത് തയ്യാറാക്കാനായി ആണ് ഇവിടേക്ക് വന്നത്. പട്ടിക തയ്യാറാക്കിയ ശേഷം കാണാമെന്നാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. എന്തായാലും പട്ടിക അന്തിമ രൂപത്തിലേക്ക് എത്തുന്നു എന്ന് വേണം ഈ ടൈപ്പ് ചെയ്യാൻ എന്ന പ്രതികരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കേണ്ടത്. എന്തായാലും 3:30 ശേഷം മാത്രമേ ലോക് ഭവനിൽ നിന്ന് അപ്പോയിൻമെൻ്റ് ഉള്ളൂ എന്ന കാര്യം കൂടി ഇപ്പോൾ ഈ ഘട്ടത്തിൽ പ്രേക്ഷകരെ അറിയിക്കുകയാണ്. ഉച്ചയ്ക്ക് 3:30 ശേഷം മാത്രമേ ലോക് ഭവനിൽ നിന്ന് അപ്പോയിൻമെൻ്റ് ഉള്ളൂ. 1 മണിക്കും 3:30 ഇടയ്ക്ക് അപ്പോയിൻമെൻറ്റ് നൽകില്ല എന്നാണ് ലോക് ഭവൻ വൃത്തങ്ങളിൽ നമുക്കറിയാൻ കഴിയുന്നത്. ഗവർണർ വിശ്രമിക്കുന്ന സമയമാണ്. അതിനുശേഷം അദ്ദേഹം ഓഫീസിലേക്ക് എത്തുന്ന 3:30 ശേഷമാണ് നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ അദ്ദേഹത്തെ കാണുക എന്നാണ് ഈ ഘട്ടത്തിൽ ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് അത്രയും കൂടി സാവകാശം ഈ പട്ടികയുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് അതിൻ്റെ അന്തിമ രൂപം നൽകുന്നതിനായി കോൺഗ്രസിനും UDF നേതൃത്വത്തിന് മുന്നിലുണ്ട്. ദിലീപ് നേരത്തെ റിപ്പോർട്ട് ചെയ്ത പോലെ അത് വളരെ ശരിയായ കാര്യമാണ്. അതായത് ഈ വകുപ്പ് വിഭജനത്തിൻ്റെ കാര്യത്തിൽ പിന്നീടായിരിക്കും പട്ടിക കൈമാറുക. ഇപ്പോൾ മന്ത്രിമാരുടെ പട്ടികയാണ് ഗവർണർക്ക് കൈമാറാനായി ഒരുങ്ങുന്നത്. ആ കാര്യത്തിൽ കോൺഗ്രസ് പട്ടികയുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ് ഒരു അന്തിമ തീർപ്പ് വരേണ്ടത്. AICCയുടെ അംഗീകാരത്തിന് വിധേയമായിട്ടായിരിക്കും അന്തിമമായൊരു തീർപ്പ് ഉണ്ടാവുക. വകുപ്പുകളുടെ കാര്യം നേരത്തെ ദിലീപ് റിപ്പോർട്ട് ചെയ്ത് തന്നെയാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. ശ്രീത്, നേരത്തെ KC വേണുഗോപാൽ സംസാരിച്ചപ്പോൾ പറഞ്ഞത് സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ആരാണ് മന്ത്രിമാരെന്ന് അറിയാം, അതല്ലാത്തൊരു രീതി ഇല്ലല്ലോ ആളുകളെ അറിയിക്കുന്നത് എന്നാണ്. ആ രീതിയിൽ ഈ ലിസ്റ്റ് ഗവർണർ കൈമാറും എന്നതിനപ്പുറത്തോട്ട് ഒരു പ്രഖ്യാപനം, ഒരു വാർത്താ സമ്മേളനം വിളിച്ചൊരു പ്രഖ്യാപനമോ ഒരു വാർത്താക്കുറിപ്പോ അത് പ്രതീക്ഷിക്കേണ്ട എന്നാണോ? സാധാരണ ദിൽന, ഈ വകുപ്പുകളുടെ കാര്യം, വകുപ്പ് വിഭജനം എന്നാൽ അത് പാർട്ടികൾ നേതൃതലത്തിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നതാണ്. എങ്കിലും സാങ്കേതികമായി അല്ലെങ്കിൽ അതിൻ്റെ പൂർണ്ണാർത്ഥത്തിൽ വകുപ്പ് വിഭജനം എന്നത് മുഖ്യമന്ത്രിയുടെ വിവേചന അധികാരത്തിൽപ്പെട്ട കാര്യമാണ്. നമ്മുടെ റൂൾസ് ഓഫ് ബിസിനസ്സിലും നമ്മുടെ ക്യാബിനറ്റ് തത്വങ്ങളിലുമൊക്കെ പറയുന്ന കാര്യം അങ്ങനെയാണ്. വകുപ്പ് വിഭജനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ അവസാന വാക്ക്, അവസാന തീരുമാനം അത് ഗവർണറുടെ തീരുമാനത്തിന് വിധേയമായി മുഖ്യമന്ത്രിയാണ് എടുക്കുന്നത്. ഗവർണറുടെ അംഗീകാരം വേണമെന്നേ ഉള്ളൂ. ഇപ്പോൾ മന്ത്രിമാരുടെ പട്ടിക കൈമാറിയാൽ പിന്നീട് ഓരോ മന്ത്രിമാർക്ക് നൽകുന്ന വകുപ്പുകളുടെ കാര്യത്തിലും തീർപ്പ് കൽപ്പിച്ച് അറിയിച്ചാൽ ഗവർണർ വിജ്ഞാപനം ചെയ്യുമ്പോഴാണ് ഓരോ മന്ത്രിമാർക്കും ഇന്ന വകുപ്പാണ് ലഭിക്കുന്ന കാര്യത്തിൽ വ്യക്തത വരിക. അതുകൊണ്ട് വകുപ്പ് പ്രഖ്യാപിക്കണമെന്നില്ല ഈ ഘട്ടത്തിൽ. മറിച്ച് മന്ത്രിമാർ, കോൺഗ്രസിൻ്റെ മന്ത്രി പട്ടിക മാത്രമായിരിക്കും നിയുക്ത മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുക. ലീഗിൻ്റെ മന്ത്രിമാരുടെ പട്ടിക ഗവർണർക്ക് കൈമാറിയ ശേഷം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷനും പരമോന്നത നേതാവുമായ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൻ്റെ ചെയർമാൻ PJ ജോസഫായിരിക്കും അവരുടെ ക്യാബിനറ്റ് പദവികളും മന്ത്രിയും പ്രഖ്യാപിക്കുക. RSPയുടെ തീരുമാനം നേരത്തെ തന്നെ ഷിബു ബേബി ജോണിനെ ആക്കിയതുകൊണ്ട് അക്കാര്യത്തിൽ ഒരു പുതുമയില്ല. സംസ്ഥാന സെക്രട്ടറി ഷിബു തന്നെ മന്ത്രിയാകുമെന്ന് ഉറപ്പാണ്. എന്തായാലും കോൺഗ്രസ് മന്ത്രിമാരെ ഒരുപക്ഷെ നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ പ്രഖ്യാപിക്കാനാണ് സാധ്യത. വകുപ്പുകളുടെ കാര്യത്തിൽ പിന്നീട് വിജ്ഞാപനം വരുമ്പോഴായിരിക്കും വ്യക്തത വരിക. ശരി, ആർ ശ്രീജിത്താണ് കന്റോൺമെന്റ് ഹൗസിൽ നിന്ന് വിവരങ്ങൾ നൽകുന്നതൊപ്പം B ദിലീപ് കുമാർ KPCC ആസ്ഥാനത്തുമുണ്ട്. ഈ വാർത്തയിലേക്ക് നമ്മൾ തിരികെ എത്താം. ഈ വരുന്ന മണിക്കൂറുകൾ വലിയ പ്രഖ്യാപനങ്ങളുടേതാണ്. ആരൊക്കെയായിരിക്കും മന്ത്രിസ്ഥാനത്തേക്ക് വരിക എന്ന പ്രഖ്യാപനങ്ങൾ ഓരോ പാർട്ടികളിൽ നിന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.